ഹലോ, അങ്ങനെ ആട് 3 കണ്ടു കേട്ടോ. ഇതേപോലൊരു ഊമ്പിയ പടം. ആട് 1 ആട് 2ൻ്റെ 7 അയലൊക്കത്തിൽ ആട് 3. എന്നാ മൂഞ്ച് സ്ക്രീൻ പ്ലേ ആണ് എഴുതി വെച്ചേക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് തന്നോടാണ് എനിക്ക് പറയാനുള്ളത്. 2 വർഷം മുമ്പ് തന്നെ എയർപോർട്ട് വെച്ച് കണ്ടപ്പോഴത്തേക്ക് എന്തുമായിരുന്നു താൻ എന്നോട് അടിച്ച ആ ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്ത് ഡയലോഗാണെന്ന് ഞാൻ പറയുന്നില്ല. അന്നേ ഞാൻ വിചാരിച്ചാണ് നിൻ്റെ ഈ അഹങ്കാരം. വെറും മൂഞ്ചിയ പടമായിപ്പോയി. സ്ലാപ്സ്റ്റിക് കോമഡിയുടെ പേരിൽ 2 ടൈം സോണാണ് കാണിച്ചേക്കുന്നത്. ഈ 2 ടൈം സോണായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സും ഇല്ല പടത്തിനകത്ത്. എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നതെന്നോ പിന്നെ വേറൊരു ലോകം കാണിച്ചേക്കുന്നുണ്ട്. ടു ബി കണ്ടിന്യൂഡ് എന്നാണ് ലാസ്റ്റ് കാണിച്ചേക്കുന്നത്. എന്തിനാണ് മൂഞ്ചാനോ? ഇനി എന്തിനാണ് ഒരു 4th പാർട്ട്? എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇനി 4th പാർട്ട് എന്നതിനകത്ത്. ധർമ്മജൻ ഈ പടത്തിനകത്ത് വെറുപ്പിച്ചേക്കുന്നതിന് കയ്യും കണക്കുമില്ല. യോ എന്നാ ഓവറായിരുന്നു. അതേപോലെ തന്നെ ജയസൂര്യ പടത്തിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ജയസൂര്യയുടെ ചില ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ കോമഡിയാണെന്ന് അയാൾ വിചാരിക്കുകയാണ്, പക്ഷെ നമുക്കതൊന്നും കോമഡി ആയിട്ട് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഷൈജു കുറുപ്പാണെങ്കിലും 1-2 സീന്, നമ്മുടെ വിനായകേട്ടൻ വരുന്ന 1-2 സീന് കൊള്ളാം. നമുക്കൊരു ആ ഒരു നൊസ്റ്റാലജി നമുക്ക് കിട്ടുന്നുണ്ട്. ആട് 1 ആട് 2 എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ സ്റ്റോറി ലൈനും സ്ക്രീൻ പ്ലേയും എന്തെങ്കിലും ഉണ്ട്. പടത്തിനകത്ത് സ്റ്റോറി ലൈനുണ്ട്. ഇതിനകത്തൊരു കോപ്പുമില്ല. എന്തോ ഒരു പാസ്റ്റും കാണിച്ച് പ്രസൻറ്റും കാണിച്ച് ഇവർക്ക് ഈ പാസ്റ്റും പ്രസൻറ്റും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായിരുന്നു മേജർലി ഒരു കാര്യം. ആക്ഷന് VFX എല്ലാം എൻ്റെ പൊന്നോ തല്ലിപ്പൊളി എന്ന് പറയാമല്ലോ. പിന്നെ ഇതിനകത്തൊരു ഇംഗ്ലീഷ് മതാമയായിട്ട് വരുന്നുണ്ട്. അയ്യോ, ഇന്ദ്രൻ സെറ്റിനെ കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാം. ഇവരെ ഈ ക്യാരക്ടേഴ്സൊക്കെ റിവീൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ബിക്കോസ് ആ ഒരു 1st 2nd ആട് 1 2 കണ്ട ആ ഒരു സന്തോഷം. പക്ഷെ പിന്നെ ആ ക്യാരക്ടർ പിന്നെ അങ്ങോട്ട് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വെറുത്തു പോകും. ഓരോ മൊമെൻറ്റും ഞാൻ സത്യം പറഞ്ഞ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഞാൻ കയറിയത് കുറച്ച് ലേറ്റായിട്ടാണ്. ബിക്കോസ് അത്രത്തോളം നമുക്ക് കാണാനൊന്നുമില്ല. നമ്മൾ ഒന്നോ രണ്ടോ സീൻ മിസ്സായാലും പടത്തിനകത്ത് അങ്ങനെ വലിയതായിട്ട് നമുക്ക് തോന്നത്തൊന്നുമില്ല. പിന്നെ അതേപോലെ ഷർബത്ത് സമീർ, വിജയ് ബാബു എന്തുവാ ഇതിനകത്തുള്ള കോമഡീസ് എല്ലാം ചെയ്തേക്കുന്നത് അയാൾ വിചാരിക്കുന്ന കോമഡിയാണെന്ന്. പക്ഷേ നമുക്കൊന്നും ആ സ്ലാപ്സ്റ്റിക് കോമഡീസ് ഒന്നും വർക്കൗട്ടായിട്ടില്ല. അതായിരുന്നു മേജർ കാര്യം. പിന്നെ 1-2 കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതല്ലാതെ പടത്തിനകത്ത് ഒരു മണ്ണാങ്കട്ടില്ല, ഒരു കോപ്പുമില്ല. പാസ്റ്റിലും അജു വർഗീസും ശൃന്ദ ഉണ്ടല്ലോ, അവരുടെ 2 പേരുടെയും ഇതായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാം എന്തോ പറയുന്ന ഒരു ചിലയിടത്തൊക്കെ നമുക്ക് തോന്നും അങ്ങ് എന്തുകൂടെ കാണിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ ആട് 3യുടെ റെലവൻസ് ആടിനെ ഒന്നും കാണിച്ചിട്ടില്ല. പോട്ടെ, ആട് വിട്. ഇപ്പം നിങ്ങൾ വേറെ ലോകം കാണിച്ചേക്കണം, ഫാൻറ്റസിയാണ് കാണിക്കുന്നത്. പക്ഷേ ആ കഥയിൽ എന്തെങ്കിലും ഒരു അർത്ഥം നമുക്ക് തോന്നണ്ടേ? എന്തെങ്കിലും ഒരു ശരി ഫാൻറ്റസിയാണ് പോട്ടെ, ബട്ട് ഒരു കണക്ഷൻ എങ്കിലും കാണിക്കണ്ടേ? വൈ ദിസ് ഈസ് ഹാപ്പനിങ്? ഇപ്പോൾ ആ സ്റ്റോണിനെ കുറിച്ച് കാണിക്കുന്നു. ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് തരുന്നില്ല, സ്പോയിലേഴ്സും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെയിറ്റ് ചെയ്ത് OTTയിൽ വരും, അപ്പോൾ ഇരുന്ന് കാണാം. ഇതേപോലുള്ള സിനിമകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു ആവശ്യമില്ല. അതേപോലെ തന്നെ മ്യൂസിക് എന്തുവാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഇവനൊന്നും സത്യം പറഞ്ഞാൽ മ്യൂസിക് എടുക്കാൻ അറിയത്തില്ല കേട്ടോ. സോങ്സ് ഷാൻ റഹ്മാനും ഡോൺ വിൻസെൻ്റാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും വലുതായിട്ടില്ല. സൗണ്ട് ക്വാളിറ്റി ഒന്നും വലുതായിട്ട് പറയാനേ ഇല്ല. പിന്നെ പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ അതേ പാട്ടുകൾ തന്നെ ഇപ്പോഴും ഇട്ടിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിനെ ഒന്ന് റിമിക്സ് ചെയ്ത് ചെയ്യുവാണ്. എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യടേ. ഈ പടത്തിന് 5-ൽ ഒരു 0.5 കൊടുക്കുന്നു. അപ്പോൾ ഇതേപോലെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നവരെ ടേക്ക് കെയർ, ബൈ. മുംബൈ കാ മല്ലു ഫ്രം കൊച്ചി.